നമുക്ക് ജർമ്മനിയെക്കുറിച്ചറിയാം. ഇന്ന് ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളിലൊന്നാണ് ജർമ്മനി. എന്നാൽ ഒരു കാലത്ത് ഈ ജർമ്മനി വലിയൊരു മതിലിനാൽ വേർതിരിക്കപ്പെട്ട രണ്ട് രാജ്യങ്ങളായി നിലകൊണ്ടിരുന്നു. ഓർക്കുക, ഒരേ ജനത, ഒരേ ഭാഷ, ഒരേ ഭൂപ്രദേശം. അത് നടുക്കൂടെ ഒരു മതിലിനാൽ വേർതിരിക്കപ്പെട്ട് രണ്ട് രാജ്യങ്ങളായി പ്രവർത്തിക്കുക. ദീർഘകാലം അങ്ങനെ അവർക്ക് നിലകൊള്ളേണ്ടി വന്നു. എന്നാൽ പിൽക്കാലത്ത് കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയോടെ രണ്ട് ജർമ്മനികളും ഒന്നായി മാറി. അതുപോലെ തന്നെ ലോകത്തിൽ പല രാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിലുള്ള മതിലുകളില്ലെങ്കിലും ഒരേ ജനതയെ രണ്ടാക്കി വേർതിരിച്ചിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തിയിൽ മതിലൊന്നുമില്ലെങ്കിലും ഒരേ ജനതയായിരുന്നവർ രണ്ട് രാജ്യങ്ങളായി പരസ്പരം പോരടിക്കുന്ന ജനതകളായി മാറിപ്പോയിരിക്കുന്നു. വലിയ ഭിന്നതകളാണ് രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ളത്. സമീപകാലത്ത് പരസ്പരം യുദ്ധം ചെയ്യുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള വൈരം. ഈ രാജ്യങ്ങൾക്കിടയിലെ സംഘർഷത്തിന് ഇതുവരെ അറുതി വന്നിട്ടില്ല. എന്നാൽ ഇരു കൊറിയയിലെയും ജനങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ രാജ്യങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും അതിനിടയിൽ പ്രതീക്ഷയുടെ വെളിച്ചമെത്തിക്കുവാൻ ശ്രമിക്കുന്ന ചില മനുഷ്യരെയും കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദക്ഷിണ കൊറിയൻ അതിർത്തിയിൽ നിന്ന് ആകാശത്തിലേക്ക് പറന്നുയരുന്ന വലിയ ബലൂണുകൾ, അതുപോലെ തന്നെ കടലിലൂടെ ഒഴുകി നീങ്ങുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ. ദൂരെ നിന്ന് നോക്കുമ്പോൾ അവ വെറും വസ്തുക്കളായി തോന്നിയേക്കാം. എന്നാൽ ഓരോ ബലൂണിനും ഓരോ കുപ്പിക്കും പറയാനൊരു കഥയുണ്ട്. പ്രത്യാശയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും സന്ദേശങ്ങൾ വഹിക്കുന്ന കഥ. ലോകത്തിലെ ഏറ്റവും അടഞ്ഞ രാജ്യങ്ങളിലൊന്നാണ് ഉത്തര കൊറിയ. അവിടെയുള്ള തങ്ങളുടെ സഹോദരങ്ങൾക്ക് പുറം ലോകത്തെക്കുറിച്ചും പ്രത്യേകിച്ച് തങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വിവരങ്ങൾ എത്തിക്കുവാനുള്ള ഒരു ജനതയുടെ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ് ഈ ബലൂണുകളും കുപ്പികളും. ഈ ബലൂണുകൾ വെറും പ്രചരണോപാധികളല്ല, മറിച്ച് ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൻ്റെയും മറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൻ്റെയും മാനുഷികമായ സഹാനുഭൂതിയുടെയും പ്രതീകങ്ങളാണിത്. ഈ കൊറിയൻ ഉപദ്വീപിലെ ഈ ബലൂണുകൾക്ക് നീണ്ട ഒരു ചരിത്രം പറയുവാനുണ്ട്. പ്രസിദ്ധമായ കൊറിയൻ യുദ്ധകാലത്ത് ആശയപ്രചരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രധാന മാർഗമായി ബലൂണുകളെ ഉപയോഗിച്ചു. അന്ന് ദക്ഷിണ കൊറിയയിൽ നിന്ന് അമേരിക്കൻ സൈന്യം ഉത്തര കൊറിയയിലേക്ക് 4 ബില്യണിലധികം ബലൂണുകളാണ് അയച്ചത്. ആ എല്ലാ ബലൂണുകളിലും അവർ ലഘുലേഖകൾ ഉള്ളടക്കിയിരുന്നു. ഉത്തര കൊറിയക്കാരും ഒട്ടും മോശമല്ല. ദക്ഷിണ കൊറിയയിലേക്ക് ഇതേപോലെ തന്നെ ദശലക്ഷക്കണക്കിന് ലഘുലേഖകൾ അച്ചടിച്ച് ബലൂണുകൾ വഴി അയക്കുവാൻ അവരും തയ്യാറായി. യുദ്ധാനന്തരവും ഈ പ്രചരണ രീതി തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു തരം മെന്റൽ വാറായി മാറി. തുടക്കത്തിൽ ദക്ഷിണ കൊറിയൻ സർക്കാരും സൈന്യവുമായിരുന്നു ഈ ബലൂണുകളെല്ലാം അയച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2010 ആയപ്പോഴേക്കും ഇരു കൊറിയകളും താൽക്കാലികമായി ഈ ബലൂൺ വഴിയുള്ള പോരാട്ടം അവസാനിപ്പിച്ചു. ദക്ഷിണ കൊറിയൻ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ കുറഞ്ഞതോടെ ഈ ബലൂൺ അയക്കുന്ന ദൗത്യം അവിടെയുള്ള ക്രിസ്തീയ സഭകളും സംഘടനകളും ഏറ്റെടുത്തു എന്നുള്ളതാണ് രസകരമായ കാര്യം. രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ നിന്നും മാറിയിട്ട് വിശ്വാസപരമായ സന്ദേശങ്ങൾ, അതായത് കമ്മ്യൂണിസവും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള ഒരു ആശയപരമായ പോരാട്ടത്തിൻ്റെ വേദിയായി ഈ ബലൂണുകൾ മാറി. കൊറിയൻ ആകാശത്ത് കാറ്റിൻ്റെ ചലനമനുസരിച്ച് ബലൂണുകൾ ഇപ്പോഴും തെന്നി നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, വലിയ സന്ദേശങ്ങൾ വഹിച്ചുകൊണ്ട്. ഉത്തര കൊറിയൻ വിമത സംഘടനകളും ദക്ഷിണ കൊറിയയിലെ ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് സഭകളും ഉൾപ്പെടുന്ന സർക്കാർ ഇതര സംഘടനകളാണ് ഇപ്പോൾ ഈ ദൗത്യത്തിൽ മുൻപന്തിയിലുള്ളത്. ഈ മാറ്റം ഈ പ്രവർത്തനങ്ങളുടെ സ്വഭാവത്തെയും മാറ്റിമറിച്ചു. ഇത് കേവലം ഒരു രാജ്യത്തിൻ്റെ പ്രചരണ ആയുധത്തിൽ നിന്ന് മനുഷ്യൻ്റെ അവകാശങ്ങൾക്കും മതസ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജനകീയ മുന്നേറ്റമായി ഈ ബലൂണുകൾ മാറിയിരിക്കും. ഭരണകൂടങ്ങൾ പിന്നോട്ട് പോയപ്പോൾ ഒരു പൗര സമൂഹം മുഴുവൻ ഈ പോരാട്ടം ഏറ്റെടുത്തു എന്നുള്ളതാണ് ദക്ഷിണ കൊറിയയിൽ നമ്മൾ കാണുന്നത്. ഈ സംഘടനകൾ ചെയ്യുന്നത്
ഉത്തര കൊറിയയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന പല വസ്തുക്കളും, ഒപ്പം അവർക്ക് ഭക്ഷണത്തിനുള്ള അരി, ചില $, ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്, പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, ഉയർന്ന നിലവാരമുള്ള സോക്സുകൾ, സൗഹൃദപരമായ കത്തുകൾ, കുഞ്ഞ് റേഡിയോകൾ, കൊറിയയിൽ പ്രസിദ്ധമായ പോപ്പിൻ്റെയും ഡ്രാമയുടെയും ഉള്ളടക്കങ്ങളുള്ള USB-കൾ, കൊറിയൻ വിക്കിപീഡിയയുടെ പകർപ്പുകൾ, ഇങ്ങനെ നിരവധിയായ വസ്തുക്കളാണ് ബലൂണുകളിൽ കെട്ടിവെച്ച് ഇപ്പോൾ നോർത്ത് കൊറിയയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ക്രിസ്തീയ സന്ദേശങ്ങളും ബൈബിൾ കഥകൾ അടങ്ങിയ പുസ്തകങ്ങളും DVD-കളും USB സ്റ്റിക്കുകളും SD കാർഡുകളും ഇങ്ങനെ നിരവധി വസ്തുക്കളാണ് ഈ കൂട്ടത്തിലുള്ളത്. ഇനി ബലൂണുകൾ മാത്രമല്ല, പ്ലാസ്റ്റിക് കുപ്പികളിൽ അരിയും ബൈബിളും ഇതുപോലുള്ള വസ്തുക്കളെല്ലാം നിറച്ച് അത് ഒഴുക്കിവിടുന്ന, കടലിലൂടെ ഒഴുക്കിവിടുന്ന രീതിയും ഇവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 2025 ജൂണിൽ അമേരിക്കക്കാരായ 6 പേർ ചേർന്ന് 1600 പ്ലാസ്റ്റിക് കുപ്പികളിൽ അരിയും ബൈബിളും ഡോളർ നോട്ടുകളും USB സ്റ്റിക്കുകളും ഒക്കെ വെച്ച് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ദക്ഷിണ കൊറിയയിൽ അവർ അറസ്റ്റിലാകുകയും അവർ കുറച്ചു കാലം ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തത് സമീപകാലത്ത് വാർത്തയായിരുന്നു. എന്നാൽ ഈ സന്ദേശങ്ങൾ എത്തുന്ന ഭൂമി ഒരു നിഴൽ ഭൂമിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഉത്തര കൊറിയയിൽ ഇപ്പോൾ കിം ജോങ് ഉൻ സുങ്ങിൻ്റെ ഭരണകാലഘട്ടമാണ്. മതത്തെ, പ്രത്യേകിച്ച് ക്രിസ്തു മതത്തെ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ടാണ് ആ ഭരണകൂടം കാണുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിരുദ്ധമായ ഒരു ഭരണമാണ് അവിടെ നടക്കുന്നത്. കിം അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന നിലപാടാണ് ഭരണകൂടത്തിനുള്ളത്. മതപരമായ ഏത് വിശ്വാസത്തെയും അന്ധവിശ്വാസമായിട്ടാണ് അവർ കരുതുന്നത്. ഭരണകൂട വിരുദ്ധമായ ഒരു പ്രവർത്തനമായിട്ടാണ് മതവിശ്വാസത്തെ അവർ മുദ്ര കുത്തിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അതിനെ നിരോധിച്ചിരിക്കുന്നത്. ഉത്തര കൊറിയ ക്രിസ്ത്യാനികൾക്ക് ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 30 വർഷത്തിലധികമായി ഓപ്പൺ ഡോഴ്സിൻ്റെ വേൾഡ് വാച്ച് ലിസ്റ്റിൽ ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് നോർത്ത് കൊറിയ. നോർത്ത് കൊറിയയിലെ ജനങ്ങൾ ഒരു ബൈബിളോ ബൈബിളിൻ്റെ ഭാഗങ്ങളോ പോലും കൈവശം വെച്ചാൽ അതൊരു വലിയ കുറ്റകൃത്യമാണ് കണക്കാക്കപ്പെടുന്നത്. നിർബന്ധിതമായ തൊഴിൽ, ജീവപര്യന്തം തടവ്, ഏറ്റവും ഗുരുതരമായ കേസുകളിൽ വധശിക്ഷ എന്നിവയൊക്കെ അവിടെ ലഭിച്ചേക്കാം. 2021 പാസാക്കിയ യുവജന വിദ്യാഭ്യാസ ഗ്യാരണ്ടി നിയമം അനുസരിച്ച് യുവജനങ്ങളെ മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു. മാത്രവുമല്ല, അത് കൊലപാതകവും മോഷണവും മയക്കുമരുന്ന് ഉപയോഗവും ഒക്കെ പോലെ തന്നെ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമായിട്ട് അവിടെ കണക്കാക്കിയിരിക്കുന്നു. യുവജനങ്ങളിൽ നിന്ന് മതപരമായ സ്വാധീനം കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണിത്. സ്വകാര്യ പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തുന്നതും സുവിശേഷം പ്രചരിപ്പിക്കുന്നതും ഒക്കെ വലിയ കുറ്റകൃത്യമാണ്. തടങ്കൽ പാളയത്തിലേക്ക് അവർ അയക്കപ്പെടും. മാത്രവുമല്ല, ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അവരുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ തടവിലാക്കും, അവരെ നിർബന്ധിത ജോലികളിലേക്ക് വിടും എന്നൊക്കെയാണ് നോർത്ത് കൊറിയയെക്കുറിച്ച് പുറം ലോകത്തിന് അറിയാവുന്ന കാര്യങ്ങൾ. ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട് ദക്ഷിണ കൊറിയയിൽ എത്തിച്ചേർന്ന യൂൻ യുങ് എന്ന യുവതി തൻ്റെ രാജ്യത്തെ 70,000-ലധികം ക്രിസ്ത്യാനികൾ ഇങ്ങനെ വിശ്വാസത്തിൻ്റെ പേരിൽ തടവിലാക്കപ്പെട്ടിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയപ്പോൾ ലോകം തന്നെ ഞെട്ടിപ്പോയതാണ്. UN റിപ്പോർട്ടുകളും സർക്കാർ ഇതര NGOസും ഒക്കെ കൊറിയയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ നേരിടേണ്ടി വരുന്ന അതിക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചും നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ഇതെല്ലാം സത്യമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ദക്ഷിണ കൊറിയയിൽ നിന്ന് ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ ഉത്തര കൊറിയയിലേക്ക് ഇപ്പോഴും ബലൂണുകൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗവൺമെൻറ് അതിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിനകത്ത് ക്രിസ്തീയ സന്ദേശങ്ങളും ബൈബിളുകളും ഒക്കെ വെച്ച് ഉത്തര കൊറിയയിലേക്ക് അയക്കുവാൻ ക്രിസ്തീയ സംഘടനകളെല്ലാം ഉത്സാഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഉത്തര കൊറിയയിൽ കുറച്ചാളുകൾക്കെങ്കിലും ഒരല്പം ആശ്വാസമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ദീർഘനാളുകളായി ഇരുമ്പും മറയ്ക്കകത്താണ് ഉത്തര കൊറിയയിലെ ജനങ്ങൾ കഴിഞ്ഞുകൂടേണ്ടി വരുന്നത്. അവർക്ക് പുറം ലോകവുമായിട്ട് ഒരു ബന്ധങ്ങളും സാധ്യമല്ല. മാക്സിമം അവർക്ക് എത്തിച്ചേരുവാൻ പറ്റുന്നത്
ചൈന വരെ മാത്രമാണ്. അത് ചൈനയിൽ പോലും പോയിട്ട് വരുന്നവരെ നിരന്തരമായി ചോദ്യം ചെയ്ത് അവരേതെങ്കിലും ക്രിസ്തീയ പ്രസ്ഥാനങ്ങളുമായോ ക്രിസ്തീയ ആശയങ്ങളുമായോ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നിരന്തരമായി ചോദ്യം ചെയ്ത് പലരെയും ശിക്ഷിച്ചിട്ടുള്ള കഥയും നമുക്കറിയാം. എന്നാൽ ഉത്തര കൊറിയയും അടങ്ങിയിരിക്കുന്നില്ല. ദക്ഷിണ കൊറിയയിൽ നിന്ന് ബലൂണുകൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് വെടിവെച്ചിടുക, അതുപോലെ തന്നെ ജനങ്ങൾ അതിൽ കൂടെ ലഭിക്കുന്ന വസ്തുക്കൾ തങ്ങളുടെ വീടുകളിൽ വെച്ചാൽ അത് കണ്ടുപിടിച്ച് അവരെ കുറ്റപ്പെടുത്തുക, അവരെ ആക്രമിക്കുക, അവരെ ജയിലിലാക്കുക, ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇരുമ്പുമറയ്ക്കകത്ത് ഒരു ജനത മുഴുവൻ ദീർഘവർഷങ്ങളായി പീഡനം അനുഭവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഈ ബലൂണിലൂടെയുള്ള സന്ദേശ പ്രചരണങ്ങൾ കൗതുകകരമായ ഒരു കാര്യമായിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇരുളടഞ്ഞ ലോകത്തിലേക്കുള്ള സന്ദേശങ്ങളുടെ പ്രവാഹമായി നമുക്കിതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതായാലും ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും ഒന്നായിത്തീരുന്ന, അവരുടെ ഇപ്പോഴത്തെ അതിരുകൾക്ക് മാറ്റം വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബലൂണുകൾ ഇതുപോലെ ആശയങ്ങൾ വഹിച്ച് ഉയർന്നു പറക്കേണ്ടാത്ത ഒരു കാലഘട്ടത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.